ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂർണ്ണവർഗങ്ങളുടെ വർഗ്ഗമൂലം എങ്ങനെ കണ്ടെത്താം, പൂർണ്ണവർഗങ്ങളായ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗമൂലം എങ്ങനെ കണ്ടെത്താം എന്ന ഭാഗമാണ്. അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ റൂട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 25 അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ പൂർണ്ണവർഗങ്ങളുടെ വർഗ്ഗമൂലം കണ്ടെത്താൻ പഠിച്ചു. എന്നാൽ അങ്ങനെയല്ലാത്ത മറ്റു സംഖ്യകളിലെ മറ്റു പൂർണ്ണവർഗങ്ങളുടെ മറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ റൂട്ട് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആദ്യം നമുക്കൊരു സംഖ്യ പരിഗണിക്കാം. നോക്കാം, നമ്മള് സംഖ്യ എടുത്തിരിക്കുകയാണ് 576. ഈ 576ന്റെ 576ന്റെ റൂട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നോക്കുക, 576നെ നമ്മൾ എഴുതി, 576നെ നമ്മൾ എഴുതി. അതിനുശേഷം ഇതിനെ രണ്ട് സംഖ്യകളാക്കിയിട്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് തിരിക്കും. അപ്പോ ഒന്ന് ആലോചിക്കുക, എവിടെ നിന്നാണ് രണ്ട് സംഖ്യകളാക്കി തിരിക്കുന്നത്? പ്രത്യേകം ആലോചിക്കുക, ഏറ്റവും റൈറ്റ് ഹാൻഡിൽ വലതുവശത്തു നിന്ന് രണ്ട് സംഖ്യകളാക്കി തിരിച്ചു. അപ്പൊ അത് വേണമെങ്കിൽ കോമയിട്ട് തിരിക്കാം. ഇത് 76, ഇത് 5. അപ്പൊ എപ്പോഴും ഏത് സംഖ്യകളായിക്കോട്ടെ ഏറ്റവും വലതുവശത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സംഖ്യകളായിട്ട് തിരിക്കുന്നു. ഇനി നോക്കുക, അപ്പൊ എന്തായി, 5 ഒരു സംഖ്യയും 76 മറ്റൊരു സംഖ്യയും. ഇനി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ സംഖ്യയിലേക്ക് വരാം 5. ഫൈൻ. ഈ 5ന്റെ അടുത്തുള്ള പൂർണ്ണവർഗം ഏതാണ്, അല്ലെങ്കിൽ 5ന് തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗത്തെ കണ്ടെത്താം. അപ്പൊ നമുക്കറിയാം 2ന്റെ സ്ക്വയർ ആയിട്ടുള്ള 4, അല്ലെ, 2 സ്ക്വയർ ആയിട്ടുള്ള 4, 3 സ്ക്വയർ ആയിട്ടുള്ള എത്രയാണ്, 9 ആണ്. അപ്പോ നമുക്ക് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും, 4 വരും, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. അപ്പൊ ഇവിടേക്ക് വരുമ്പോ എന്തായി, 5നേക്കാട്ടും വലുതാണ്. അപ്പൊ 5നേക്കാട്ടും താഴെയുള്ള പൂർണ്ണവർഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആര് തന്നെയാണ്, 4 തന്നെയാണ്. അപ്പൊ എന്താ, 2 2s are 4. 2 × 4 നമ്മൾ എഴുതി. ഇനി സാധാരണത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത് തമ്മിൽ കുറയ്ക്കും. അപ്പോ ഈ സംഖ്യയെ പരിഗണിക്കേണ്ടതില്ല. 5ൽ നിന്ന് 4 കുറയ്ക്കുക, 5ൽ നിന്ന് 4 കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി. പിന്നെ ശ്രദ്ധിക്കുക, ഹരണത്തിൽ നിന്ന് മാറി ഇനിയുള്ള സ്റ്റെപ്പുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അടുത്തതായിട്ട് ഹരണത്തിൽ നമ്മൾ ഒരു സംഖ്യ മാത്രമേ ഇറക്കിടാറുള്ളൂ. പക്ഷെ ഇവിടെ ആ ഒരു കൂട്ടത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഇറക്കിയിടും. അതായത് ഈ 7 മാത്രം എഴുതിയാൽ പോരാ, 76നെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. മറക്കരുത്, 7 മാത്രം താഴത്തേക്ക് എഴുതിയാൽ പോരാ, ഈ 76നെ താഴത്തേക്ക് എഴുതി. അപ്പൊ ഈ നമ്പർ എത്രയായിട്ട് മാറി, 176, 176. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടെ വന്ന സംഖ്യയുടെ ഡബിൾ ആണ് നമ്മളിവിടെ എഴുതുന്നത്, അതിന്റെ ഇരട്ടി. ഇവിടെ 2 വന്നതുകൊണ്ട് 2ന്റെ ഇരട്ടി, 2ന്റെ ഡബിൾ എത്രയാണ്, 4. 2ന്റെ ഇരട്ടി എത്രയാ, 4 ഇവിടെ എഴുതി നമ്മള്. ഇനി നോക്കുക, നമ്മള് ഇനി പറയുന്നു ഇവിടെ ഒരു സംഖ്യ കൂടെ വരും. ഇവിടെ എന്താണ്, ഒരു സംഖ്യ കൂടെ വരും, ഒരു നമ്പറും കൂടെ വരും. പക്ഷെ ആ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് കരുതിയാൽ അതേ നമ്പർ കൊണ്ട് തന്നെ ഇതിനെ ഇൻഡു ചെയ്താൽ നമുക്ക് ഈ 176 അല്ലെങ്കിൽ അതിനടുത്തുള്ള സംഖ്യയോ കിട്ടണം. അതായത് ഇവിടെ 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താ എടുക്കണം, 41 × 1 ആണ് എടുക്കുക. അതെല്ലാം ഇവിടെ നമ്മൾ 2 ആണ് പരിഗണിക്കണമെങ്കിൽ എത്രയാണ് വരിക, 42 × 2 ആണ് പരിഗണിക്കുക. അതല്ല 3 ആണ് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര എടുക്കണം, 43 × 3 ആണ് പരിഗണിക്കേണ്ടത്. അപ്പോ നമ്മള് സൗകര്യത്തിനായിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ അവസാനിക്കുന്നത് എത്രയാണ്, 6ലാണ്, 6ലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ സ്ക്വയേഴ്സ് ആണ് 6ൽ അവസാനിക്കണേ. പ്രത്യേകിച്ചും ഒറ്റക്ക് സംഖ്യകളുടെ 10ൽ താഴെയുള്ള സംഖ്യകളുടെ അവസാനിക്കുന്നത് വർഗം 6ൽ അവസാനിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം 4ന്റെ വർഗമായിട്ടുള്ള 16ഉം 6ന്റെ വർഗമായിട്ടുള്ള 36ഉം ആണ് ഇവിടെ അവസാനിക്കണേ, 6ൽ അവസാനിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടത് ഒന്നുകിൽ 44 × 4 നമുക്ക് ചെയ്തു നോക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 46 × 6 ചെയ്തു നോക്കാം. ഈ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഖ്യകളിലേക്ക് നമ്മൾ എത്തിയത്, ഇവരുടെ മൾട്ടിപ്പിൾസ് ആണ് എത്രയിൽ എൻഡ് ചെയ്യണേ, 6ൽ എൻഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇത് രണ്ടും വേണമെങ്കിൽ ഇൻഡു ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ചെയ്യുമ്പോൾ എന്താ, 4 × 4 16, 4 × 4 16, ബാക്കി 1. ഇനി എന്താ, 4 × 4 16, 16 1 17. കൃത്യമായിട്ട് അതേ ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് ഇനി ആ വിലകൾ കൊടുക്കാം. വിലകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ 4 എഴുതണം, മറക്കരുത്. അതേപോലെ ഇവിടെയും നമ്മള് 4 എഴുതണം. അപ്പൊ കിട്ടിയ ഉത്തരം എത്രയായിരുന്നു, 176. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. കൃത്യമായിട്ട് ഇവിടെ 0 കിട്ടിയ നിലയ്ക്ക് നമുക്ക് പറയാം റൂട്ട് ഓഫ് 576 എന്ന് പറയുമ്പോൾ എത്രയാണ്, 24. എത്രയാണ്, 24, 24. നോക്കാം, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം സംഖ്യകളെ രണ്ട്
പക്കത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റി. അപ്പോ 76 എന്ന് പറയുന്ന 76 എന്ന് പറയുന്ന ഒരു സെറ്റും 5 എന്ന് പറയുന്ന മറ്റൊരു സെറ്റും കിട്ടി. തുടർന്ന് 5ൽ താഴെ വരുന്ന പൂർണ്ണവർഗത്തെ കണ്ടെത്തി. 5ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടെത്തി. അത് നമുക്കറിയാം 2 into 2 4 ആണ്. പിന്നെ എന്ത് ചെയ്തു? ഇത് സബ്ട്രാക്ട് ചെയ്തു 1 കിട്ടി. അടുത്ത സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സാധാരണ ഡിവിഷനിൽ നമ്മൾ 7 മാത്രമേ ഇറക്കിടാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ആ ഗ്രൂപ്പിനെ മൊത്തം ഇറക്കിയിട്ടപ്പോ 76 മൊത്തത്തിൽ കിട്ടും. പിന്നെ എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇവിടെ 2 ആയിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ 2ന്റെ ഇരട്ടി, 2ന്റെ ഇരട്ടി അല്ലെങ്കിൽ 2ന്റെ എന്താ ഡബിള് നമ്മൾ എഴുതി. അതായത് ഇപ്പോൾ ഇവിടെ 2 വന്നപ്പോ 2 into 2 4 വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെ ഒരു സംഖ്യ കൊണ്ട് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് ആലോചിക്കുക. ഇവിടെ ഒരു സംഖ്യ കൊണ്ട് ഇവിടെ ഒരു സംഖ്യ കൂടി ഉണ്ടാവും, ഒരു നമ്പർ കൂടി ഉണ്ടാവും. ആ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതേ ഉത്തരം കിട്ടണം. അപ്പൊ ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ 41 into 1 ആവാം, 42 into 2 ആവാം, 43 into 3 ആവാം. പക്ഷെ നമ്മൾ ഇതെല്ലാം കുറിച്ച് നോക്കാൻ പോയില്ല. നമ്മൾ പിന്നെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചു. അവസാനം എന്താ? ഈ സംഖ്യ 6ലാണ് 6ലാണ് അവസാനിക്കുന്നത്. അപ്പൊ 6ൽ അവസാനിക്കണമെങ്കിൽ 2 സാധ്യതയുള്ളൂ. ഒന്ന് 44 into 4 അല്ലെങ്കിൽ 46 into 6. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഇങ്ങനെ കിട്ടിയില്ലെങ്കിലോ? നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഇങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് ഇവിടെ സിസ്റ്റം 0 വരുന്ന രീതിയിൽ സംഖ്യ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ, അത് ഇവിടെ 176 വന്നതുപോലെ ഗുണിക്കുമ്പോൾ 176 കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഈ സംഖ്യക്ക് കൃത്യമായിട്ട് പൂർണ്ണവർഗം ഉണ്ടായിരിക്കില്ല. ഉറപ്പാണ്. പൂർണ്ണവർഗമുള്ള എല്ലാ സാഹചര്യത്തിലും ഈ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിവിടെ ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഈ 2 നമ്പറിലേക്ക് എത്തിയത് നോക്കി. അതിൽ ആദ്യത്തെ സംഖ്യ തന്നെ നമ്മൾ ഗുണിച്ചു നോക്കിയപ്പോ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടി. നമ്മളിവിടെ 0 എഴുതി. മറക്കരുത്, ഈ 4 2 സ്ഥലത്ത് നമ്മൾ എഴുതി. ഒന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഒരു 4 എവിടെയും കൊടുത്തു. അപ്പോ അതിന്റെ റൂട്ട് എത്രയാണ് കിട്ടി? നമുക്ക് 24 കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരെണ്ണം കൂടെ നോക്കാം. ഇനി നമുക്ക് മറ്റൊരു സംഖ്യയിൽ പരിശോധിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ ഒരു 3 അക്ക സംഖ്യയായിരുന്നു ചർച്ച ചെയ്തത്. ഇനി നമുക്കൊരു 4 അക്ക സംഖ്യയിലേക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 4 അക്ക സംഖ്യകളാണ് ആവശ്യം വരിക. അതുകൊണ്ട് തന്നെ 4 അക്ക സംഖ്യകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോ ഒരു 40 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഞാൻ എഴുതുകയാണ്. നോക്കുക, ഒരു പെർഫെക്റ്റ് സ്ക്വയർ 2209. ഈ നമ്പറിന്റെ റൂട്ടാണ് കാണുന്നത്. 2209ന്റെ റൂട്ടാണ് നമുക്ക് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി. എന്നിട്ട് നമ്മള് 2209 ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്? നമുക്കറിയാം സംഖ്യകളെ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കണം. അത് നമ്മൾ എവിടെ നിന്നാണ് തിരിക്കുക? അപ്പോ ആദ്യത്തെ 2 സംഖ്യ 0.9, പിന്നത്തെ സംഖ്യ 22. അപ്പൊ 4 അക്ക സംഖ്യ ആകുമ്പോ നമുക്കൊരു ഉപകാരമുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാലും അവിടെ നിന്ന് പറഞ്ഞാലും ഒരേപോലെയാണ്. പക്ഷെ എങ്കിലും അറിയാം നമ്മൾ സംഖ്യ എഴുതി അവസാനിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2209 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് അവസാനിക്കുക. ഇവിടുന്ന് 2 സെറ്റ്. അപ്പൊ 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? 22 ആണ് ഈ നമ്പർ. ഇതിന്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആരാണെന്ന് അറിയണം. അപ്പൊ നമുക്കറിയാം 4 into 4 4 into 4 16, 5 into 5 25. 25 എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടും വലുതായി. അപ്പൊ നമ്മൾ ആരെടുത്താൽ മതി? 4നെ എടുത്താൽ മതി. അപ്പൊ എന്താ? 4 4s are 16. 4 into 4 16. ഇനി എന്ത് ചെയ്യാ? ഇത് രണ്ടുപേരും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. നമുക്കറിയാം 22ൽ നിന്ന് 16 കുറച്ചാൽ 22ൽ നിന്ന് 16 കുറച്ചാൽ നമുക്കറിയാം 6 കിട്ടും. 22ൽ നിന്ന് 16 കുറച്ചാൽ 6 കിട്ടും. ഇനി അടുത്ത സംഖ്യ ഇറക്കിയിടുക. ഇറക്കിയിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ അക്കമല്ല ഇറക്കിയിടുന്നത്, ഈ മൊത്തം ഈ കൂട്ടത്തെ നമുക്ക് ഇറങ്ങിയിടണം. അപ്പൊ എന്താ? 609. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം എന്തായിരുന്നു? 2 സെറ്റുകളാക്കി മാറ്റി 22ഉം 0.9. അപ്പോ 22നേക്കാട്ടും താഴെ വരുന്ന തൊട്ട് താഴെ വരുന്ന പൂർണ്ണവർഗത്തെ കണ്ടെത്തി. 16 4 into 4 16 തുടർന്ന് കൃത്യമായിട്ട് എഴുതി. പിന്നീട് നമ്മളിത് കുറച്ചു. നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഇറക്കി. ഇപ്പൊ എത്രയായിട്ട് മാറി? നമ്പർ 609 ആയിട്ട് മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ ചെയ്യാന്നറിയാം. ഇവിടെ വന്ന സംഖ്യയുടെ ഡബിൾ എടുക്കുക. ഈ വന്ന സംഖ്യയുടെ ഇരട്ടി എടുക്കുക. ഇരട്ടി എടുക്കുക അല്ലെങ്കിൽ ഡബിൾ ചെയ്യാൻ എന്താ മാർഗം? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താ? 4 into 2 നമുക്കറിയാം 8 കിട്ടി. 4 into 2 8 കിട്ടി. ഇനി എന്താണ്? ഇനി എന്താ ചെയ്യാം? ഇവിടെ ഒരു സംഖ്യ കൂടെ വരും, ഇവിടെ
ഒരു സംഖ്യ കൂടെ വരും, അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടണം. അപ്പോ നമ്മൾ പറഞ്ഞു ഒരുപക്ഷെ എന്താവാം, 81 into 1 ആവാം, 82 into 2 ആവാം എന്നുള്ള രീതിയിൽ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുക, അവസാനം 9 അവസാനിക്കുന്നു. രണ്ട് സംഖ്യകൾക്ക് മാത്രമേ ഉള്ളൂ. ഒന്നെന്താ, 3 into 3 9 വരാം, അതല്ലെങ്കിൽ 7 into 7 49 വരാം. അതൊക്കെയാണ് 3 into 3 9 അവസാനിക്കുക. അതുപോലെ 7 into 7 49 എന്ന് പറയുമ്പോഴും എവിടെയാണ്, 9 അവസാനിക്കുക. അപ്പൊ നമുക്ക് ആ രണ്ട് സംഖ്യകൾ ഇൻഡു ചെയ്ത് നോക്കിയാൽ മതിയാവും. ഒന്നുകിൽ 83 into 3 ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 87 into 7 ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ രണ്ടും ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഈ ചെറിയ സംഖ്യ കുറിച്ച് നോക്കാം. അപ്പൊ എന്താ, 3 into 3 9, 8 into 3 24. അപ്പൊ 749 ആവുന്നുള്ളൂ. ഇതല്ല വേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്നും കുറിച്ച് നോക്കാം. അപ്പൊ എന്താണ്, 7 into 7 49, ബാക്കി 4. 8 into 7 7 into 8 56, 56 4 60. കൃത്യമായിട്ട് ഈ ഉത്തരം കിട്ടി. മറക്കരുത്, ഇവിടെയും 7 എഴുതണം. ഇവിടെ എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ, ഇവിടെ എഴുതണം. ഇവിടെയും 7 എഴുതി. 609 തന്നെ കിട്ടി. റിമൈൻഡർ 0. അപ്പോ ഇനി ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ഉത്തരമായി. പക്ഷെ എങ്കിൽ പോലും ആരാണ് റൂട്ട്, അതാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് വരിക എന്ന് പറയുമ്പോ ശ്രദ്ധിക്കുക. റൂട്ട് ഓഫ് 2209, 2209 വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കിട്ടിയ ആളാണ്. ഈ മുകളിൽ കിട്ടിയതാണ് ഉത്തരം. ഇതിന്റെ വർഗ്ഗമൂലം എത്രയാണ്, 47. ഇതിന്റെ വർഗ്ഗമൂലം എത്രയാണ്, 47. ഇനി ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ഒരു പെർഫെക്റ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുന്നത് എത്രയാണ്, റൂട്ട് ഓഫ് 6241, 6241. ഇതിന് വർഗ്ഗമൂലം ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കണ്ടെത്താം. നോക്കാം, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് വർഗ്ഗമൂലം, ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്പർ എഴുതി. എത്രയാണ്, 6 2 4 1, 6 2 4 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാ, നമ്മള് ഇതിനെ രണ്ട് സംഖ്യകളുള്ള ചെറിയ കൂട്ടങ്ങളാക്കി മാറ്റി. അപ്പൊ എന്താ, 41 ഒരു കൂട്ടവും 62 മറ്റൊരു കൂട്ടം. ഇനി അതിനുശേഷം എന്ത് വേണം, 62ന് തൊട്ട് താഴെയുള്ള പൂർണ്ണവർഗത്തെ, 62നേക്കാട്ടും തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടെത്തണം. അപ്പോ നമുക്ക് ആലോചിച്ചാൽ അറിയാം. നോക്കാം, 7ന്റെ സ്ക്വയർ 49 ആണ്, 7 സ്ക്വയർ 49 ആണ്, 8 സ്ക്വയർ എത്രയാണ്, 64 ആണ്. അപ്പോ നോക്കുമ്പോ 62 ഉള്ളൂ. അപ്പൊ എന്ത് വേണ്ട, 64ലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ആരെടുത്താൽ മതി, 7 എടുത്താൽ മതി. 7 7s are 49. ഇനി നമുക്കിത് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടെ 2ന് 9 കിട്ടില്ല, ബോറോ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നു നോക്കിയാ, എത്ര വരിക ചിന്തിച്ചോക്കിയ, ഇവിടെ നമുക്ക് 3 കിട്ടുന്നു. ഇവിടെ ഇങ്ങോട്ട് ബോറോ ചെയ്തപ്പോ പിന്നെ ഇവിടെ 5 ഉള്ളൂ. 5 4 വർഷം 1 ഉണ്ട്. അപ്പൊ എന്തായി, ഇവിടെ സബ്ട്രാക്ട് ചെയ്തപ്പോ കുറച്ചപ്പോ 13 കിട്ടി. ഇനി എന്ത് ചെയ്യാം, അടുത്ത രണ്ട് സ്ഥാനങ്ങൾ ഇറക്കിയിടാം. 41. പിന്നീട് മറക്കരുത്, ഇവിടെ വന്ന നമ്പറിന്റെ ഡബിൾ എഴുതാം, ഇതിന്റെ ഇരട്ടി എഴുതാം. അപ്പോ 7ന്റെ ഇരട്ടി 14 into 2, 7 into 2 14. ഇനി എന്താണ്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോ അവിടെ ഒരു സംഖ്യ വരും. അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടണം. അപ്പൊ ആദ്യം നോക്കുക, ഇത് എത്രയാണ് അവസാനിക്കണേ, 1ലാണ് അവസാനിക്കണേ. 1ൽ അവസാനിക്കുന്ന പൂർണ്ണവർഗ്ഗങ്ങൾ നമുക്കറിയാം, രണ്ട് സംഖ്യകൾക്കേ ഉണ്ടാവുള്ളൂ. 10 താഴെ വരുന്ന എണ്ണൽ സംഖ്യകൾ 2 ആൾക്കേ ഉണ്ടാവുള്ളൂ. ഇത് ആർക്കൊക്കെയാണ്, 1ന്റെ വർഗമായിട്ട് 1ലാണ് അവസാനിക്കുക. അതുപോലെ തന്നെ 9ന്റെ വർഗം നമുക്കറിയാം 81, അതും എത്രയിലാണ് അവസാനിക്കുക, 1ൽ തന്നെയാണ് അവസാനിക്കുക. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, ഒന്നുകിൽ 1ൽ അവസാനിക്കാൻ 141 into 1 ആവാം, അതല്ലെങ്കിൽ പിന്നെ എത്രയാവാം, 149 into 9 ആവാം. അതിൽ ഏത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, 141 into 1 ചെയ്താ 141 തന്നെയാണ് കിട്ടുക. അതിവിടെ ആവശ്യമില്ല, ആ സംഖ്യ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് നോക്കാം, ഇതിലേക്ക് കിടക്കാം. 149 into 9, 149 into 9 ചെയ്യുമ്പോ 9 into 9 81, ബാക്കി 8. എന്താ, 9 into 4 36, 36ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 36ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 44, ബാക്കി 4 അവിടെയുണ്ട്. ഒരു 9 9 9 4
13. കൃത്യമായിട്ട് നമുക്ക് ഇതേ സംഖ്യ തന്നെ കിട്ടി. ആദ്യമായിട്ട് ഗുണിച്ചപ്പോഴാണ് 9. 149നെ 149നെ 9 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 1341. സബ്ട്രാക്ട് ചെയ്തു, നമുക്ക് ഉത്തരം 0 കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം √6241 എന്ന് പറയുമ്പോ എത്രയാണ് കിട്ടുന്നത്? 79. എത്രയാണ്? 79ന്റെ സ്ക്വയർ ആണ് എത്ര വരുന്നത്? 6241. ഇനി നമുക്ക് ഒരു അഞ്ചക്ക സംഖ്യ വന്നാൽ, ഒരു 5 ഡിജിറ്റ് നമ്പർ വന്നാൽ എങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോ അതിനായിട്ട് നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു 5 ഡിജിറ്റ് നമ്പർ കൺസിഡർ ചെയ്യാണ്, പരിഗണിക്കുകയാണ്. 1 2 5 4 4. എത്രയാണ്? 12544. ഈ സംഖ്യ അപ്പൊ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ഒരു അഞ്ചക്ക സംഖ്യയാണ്. ആ അഞ്ചക്ക സംഖ്യ വന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ സ്റ്റെപ്പിനെ കുറിച്ച് നീളം കൂടുതലുണ്ടാവും. നോക്കാം. നമുക്ക് റൂട്ട് കാണാനായിട്ട് നമ്മൾ ആ ബ്രാക്കറ്റ് വരച്ചു. എത്രയാണ്? 1 2 5 4 4. ഇനി ആദ്യത്തെ ഭാഗം എന്താണ്? നമുക്ക് രണ്ട് സംഖ്യകളായിട്ട് തിരിക്കണം. അപ്പോ ഇവിടെ രണ്ട് സംഖ്യകളായിട്ട് തിരിക്കുമ്പോൾ എവിടെ നിന്ന് ആരംഭിക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പോ 45 ഒരു ഗ്രൂപ്പ്, 25 മറ്റൊരു ഗ്രൂപ്പ്, പിന്നെ 1 മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് തിരിക്കരുത്. 12 54 5 അങ്ങനെ ആക്കരുത്. നമ്മൾ ആ അറ്റത്താണ് ആരംഭിച്ചത്. 44ന്റെ ഒരു ഗ്രൂപ്പ്, 25ന്റെ അടുത്തൊരു സെറ്റ്, പിന്നെ 1. ഇനി നമുക്ക് നോക്കാം. 1ന്റെ താഴെ വരുന്ന പൂർണ്ണവർഗവും നമുക്കറിയാം. 1 തന്നെ ഒരു പൂർണ്ണവർഗമാണ്. ആരുടെയാണ്? 1 × 1 1. അപ്പൊ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി 0 കിട്ടി. ഇങ്ങനെയായിരുന്നു ഇത്രയും നേരം നമ്മൾ ആ തന്ന സംഖ്യയെക്കാളും ചെറിയ സംഖ്യയായിരുന്നു പരിഗണിച്ചത്. ഇവിടെ എന്തായിരുന്നു? ഓൾറെഡി ഈ വന്ന 1 തന്നെ ഒരു പൂർണ്ണവർഗമായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ 1 തന്നെയായിട്ട് പരിഗണിക്കാം. ഇനി അടുത്ത സ്ഥാനം ഇറക്കിടുന്നു. അടുത്ത സ്ഥാനം ഇറക്കിടുമ്പോ ഇവിടെ ആരാ? 25. ആ 25ന് മൊത്തത്തില് ഇങ്ങോട്ട് ഇറക്കിയിട്ടു. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്കറിയാം മുകളിലെ സംഖ്യ ആരായിരുന്നോ അത് ആരായിക്കോട്ടെ അതിന്റെ ഇരട്ടി, അതിനെ 2 കൊണ്ട് ഗുണിച്ചത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് വേണം ഇവിടെ എഴുതാൻ. അപ്പൊ 1 വരുമ്പോ 1ന്റെ ഇരട്ടി 2. ഇനി എന്താണ് സ്റ്റെപ്പ്? ഇവിടെ ഒരു സംഖ്യ വരും, അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച ഈ ഉത്തരം കിട്ടണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിരുന്നു അവസാനം 5 വരുന്ന നിലയ്ക്ക് അങ്ങനെ 5 കിട്ടുന്നൊക്കെ നോക്കാം. പക്ഷെ നമുക്കറിയാം ഇത് ഇനിയില്ല, ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ രീതിയിലേക്ക് കടക്കരുത്. നമ്മൾ ചിന്തിക്കുക 25 നേരത്തെ പറഞ്ഞ പോലെ 2 കഴിഞ്ഞൂടെ 1 കൊടുത്താൽ ഒന്നുകിൽ 21 × 1 ആവാം, അല്ലെങ്കിൽ ആരാവാം 22 × 2 ആവാം. ഇത് കടക്കുന്നതിനോട് മുമ്പുള്ള സംഖ്യയാണ്, അതായത് ഇതിന് തൊട്ട് താഴെയുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്കറിയാം 21 × 1 ചെയ്താൽ 21 തന്നെ, 22 × 2 ചെയ്താൽ 44 ആണ് കിട്ടുക. അപ്പൊ ഇത് 44 എന്ന് പറയുമ്പോൾ 25നേക്കാട്ടും വലുതാണ്. അപ്പൊ നമുക്ക് എന്താ ഇത് പരിഗണിക്കേണ്ട, വീണ്ടും ഇത് തന്നെ എടുത്താൽ മതി, 1 തന്നെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ 1 എഴുതി, ഇവിടെ ഞാൻ 1 എഴുതി. അപ്പൊ എന്താ 21 × 1 21 തന്നെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇത് കുറയ്ക്കുക. അപ്പൊ എന്താ പറയാ? 25ൽ നിന്ന് 21 കുറച്ചാൽ നമുക്കറിയാം 4 കിട്ടും. എത്രയാണ്? 25ൽ നിന്ന് 21 കുറച്ചപ്പോ 4 കിട്ടി. ഇനി അടുത്ത സ്ഥാനം ഇറക്കിയിട. ഇവിടെ 2 അടുത്ത ജോഡി 44. 44 ഇറക്കിയിട്ട അപ്പൊ എന്തായിട്ട് മാറി? 444 444. ഇനി എന്താ അവസ്ഥ? ഇവിടെ 11 ആണ്. അപ്പൊ 11ന്റെ ഇരട്ടി, 11ന്റെ ഡബിൾ എത്രയാ? 22. 11ന്റെ ഇരട്ടി എത്രയാ? 22. ഇനി എന്ത് വേണം? ഇവിടെ ഒരു സംഖ്യ കൂടെ വരും. കഴിഞ്ഞ അതേ നിയമം തന്നെ ഇവിടെ ഒരു സംഖ്യ കൂടി വരും. അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടണം, 444 കിട്ടണം. ഈ അവസാന ഭാഗം ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം നോക്കാം. അവസാനം 4 കിട്ടുക 2 സാഹചര്യങ്ങളിലായിരിക്കും. അതൊക്കെയാണ്, ഒന്നുകിൽ 2 × 2 4 വരാം, അതല്ലെങ്കിൽ 8 × 8 64 വരാം. അപ്പോ നമുക്ക് ഒരു പക്ഷെ എങ്ങനെയായിരിക്കാം? 222 × 2 ആവാം, അതല്ലെങ്കിൽ ഒരു പക്ഷെ 228 × 8 ആവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഒരേ സംഖ്യകൾ തന്നെ ആയിരിക്കണം. 222 × 2 ആവാം, അല്ലെങ്കിൽ പിന്നെ 228 × 8 ആവാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 2 സംഖ്യകൾ മാത്രം പരിഗണിച്ചത്? കാരണം 2 × 2 4ൽ അവസാനിക്കാം, 8 × 8 എവിടെ അവസാനിക്കാം? 64, അതും 4ൽ അവസാനിക്കാം. അപ്പൊ നമ്മൾ ഇത് ഇൻഡ്യൂസ് ചെയ്ത് നോക്കി. അപ്പൊ എത്രയാണ്? ഇവിടെ 2 × 2 4 4 4. കൃത്യമായിട്ട് അതേ ഉത്തരം കിട്ടി. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കണം എന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ 2 എഴുതി,
ഇവിടെ 2 എഴുതി. 222 ഇൻറ്റു 2 444. സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് അത് കിട്ടി 0 കിട്ടി. അപ്പോ കൃത്യമാണ്. നമുക്ക് ഇതിന്റെ റൂട്ട് എത്രയാന്ന് പറയാം? റൂട്ട് ഓഫ് 12,544. 12,544ന്റെ സ്ക്വയർ റൂട്ട് വർഗമൂലം കണ്ടപ്പോ നമുക്ക് എത്രയാണ് കിട്ടിയത്? 112 കിട്ടി എന്ന് പറയാം. ഈ സംഖ്യയുടെ വർഗമൂലം കണ്ടപ്പോ എത്ര കിട്ടിയെന്ന് പറയാം? 112 കിട്ടി എന്ന് പറയാം. അപ്പോ എന്ന് നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു പൂർണ്ണവർഗത്തിന്റെ വർഗമൂലം എങ്ങനെ കണ്ടെത്താം, ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ റൂട്ട് എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ 3 അക്ക സംഖ്യകളെ കണ്ടെത്തി, 4 അക്ക സംഖ്യകളെ കണ്ടു, 5 അക്ക സംഖ്യകൾ വരുമ്പോഴും കണ്ടെത്തി. അതോടൊപ്പം തന്നെ 25ൽ അവസാനിക്കുന്ന പൂർണ്ണവർഗങ്ങളുടെ 25ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ വർഗമൂലം സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാമെന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ആ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.